ഈ ഒരു കഥ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കൊച്ചിയിലെ ഒരു ഓട്ടോ സ്റ്റാൻഡ്. അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരിൽ ചിലർ രാത്രികാലങ്ങളിലും ഓട്ടോറിക്ഷ ഓടുമായിരുന്നു. അങ്ങനെ ഒരു രാത്രി ഏകദേശം ഒരു 10:30-ക്ക് ശേഷം ആ ഒരു സ്റ്റാൻഡിലേക്ക് ഒരു യാത്രക്കാരനെത്തി. എത്തിയ യാത്രക്കാരൻ ആവശ്യപ്പെട്ടത് സ്റ്റാൻഡിൽ നിന്നും കുറച്ചകലെയുള്ള തൻ്റെ വീട് വരെ പോകണമെന്നായിരുന്നു. അങ്ങനെ അയാൾ ഓട്ടോയിൽ കയറി യാത്ര ആരംഭിച്ചു. ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും കുറേ ദൂരം പിന്നിട്ടപ്പോൾ വെറുതെ ഒന്ന് കുശലം ചോദിക്കാമെന്ന് കരുതി ഓട്ടോ ഡ്രൈവർ യാത്രക്കാരനോട് ചോദിച്ചു, "സാർ കൊച്ചിയിലാണോ വർക്ക് ചെയ്യുന്നത്?" പക്ഷേ യാത്രക്കാരൻ്റെ മറുപടിയൊന്നുമില്ല. അതിൽ സംശയം തോന്നിയ ഡ്രൈവർ ഓട്ടോ ഓടുന്നതിനിടയ്ക്ക് തന്നെ തലയൊന്ന് വെട്ടിച്ച് പുറത്തെ സീറ്റിലേക്ക് നോക്കി. പുറത്തെ സീറ്റിലേക്ക് നോക്കിയ ഡ്രൈവർ ഞെട്ടി. കാരണം സീറ്റ് കാലിയാണ്. പെട്ടെന്ന് ഓട്ടോ ബ്രേക്കിലോട്ട് നിർത്തി ഡ്രൈവർ ഇറങ്ങി നോക്കി. കാര്യം ശരിയാണ്, പുറത്തെ സീറ്റ് കാലിയാണ്. യാത്രക്കാരനാണെങ്കിൽ കാണാനുമില്ല. അയാൾ ഓട്ടോയുടെ ചുറ്റും നോക്കി. ഇനി ഓടുന്ന ഓട്ടോയിൽ നിന്ന് എടുത്തു ചാടിയതാണെങ്കിലും അല്ലെങ്കിൽ ഉറങ്ങി വീണതാണെങ്കിലും ഡ്രൈവർ അറിയേണ്ടതാണ്. ഇനി എന്തായാലും വന്ന വഴിയെ ഒന്നുകൂടി പോയി നോക്കാമെന്ന് കരുതി അയാൾ മുമ്പിലേക്ക് നടന്ന് ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തതും ഹെഡ് ലൈറ്റിൽ നിന്ന് വന്ന വെളിച്ചത്തിൽ അയാളൊരു കാഴ്ച കണ്ടു. ഓട്ടോറിക്ഷയുടെ മുമ്പിലായിട്ടൊരു കറുത്ത രൂപം നിൽക്കുന്നു. തുടക്കത്തിൽ അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആ ഒരു രൂപം ഓട്ടോയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഡ്രൈവർ ശ്രദ്ധിക്കുന്നത്, നീളൻ കാലുകളും കുറുകിയ ശരീരവും മെലിഞ്ഞ കൈകളുമുള്ള ഒരു വികൃത രൂപം. അതിൻ്റെ കാലുകൾക്ക് തന്നെ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയെക്കാളും ഉയരം. ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ചരണ്ടു പോയ ഡ്രൈവർ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. ആ ഒരു രൂപം ഓട്ടോറിക്ഷയുടെ അടുത്തെത്താറായതും ഇനി ഇവിടെ നിന്നാൽ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ഞൊടിയിടയിൽ ഓട്ടോറിക്ഷ പുറകോട്ട് തിരിക്കുകയും അതിവേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഈ കഥ തന്നെ വേറൊരു രീതിയിലും ആ കാലത്ത് കേട്ടിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് സർക്കസിൽ കാണുന്നത് പോലെ മരക്കാലുകൾ വെച്ച് ഉയരം കൂടിയൊരു രൂപമായി മാറി ആ വഴി പോകുന്ന ആൾക്കാരെ ഭയപ്പെടുത്തി ബോധം കെടുത്തിയോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാക്കിയോ അവരുടെ പൈസയും മറ്റും അടിച്ചു മാറ്റുവാനായി ചെയ്തിരുന്നതാണെന്നാണ്.